പ്രിയ സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ്. പിൻവിളക്ക് പാർവതി ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. 21 ദിവസം തുടർച്ചയായി പിൻവിളക്ക് തെളിയിച്ചാൽ പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം, കുടുംബ ഐശ്വര്യം എന്നിവ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ വിവാഹം നടക്കാൻ പിൻവിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ദേവന്മാരുടെയും ദേവനായ ശിവഭഗവാൻ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനാണ്. ശിവഭഗവാനെ ആരാധിക്കാൻ തീരാത്ത അത് ഭഗവാന്റെ ഓരോ ആരാധനാ ക്രമത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല. ഏതു ദുർഘടമായ ദശാസന്ധിയെയും മറികടക്കാൻ ശിവഭഗവാനെ ധ്യാനിച്ചാൽ മാത്രം മതിയാകും. മനഃശുദ്ധിയോടെ ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ഉരുവിടുമ്പോൾ നാം നിന്നോടൊപ്പമുണ്ട് എന്ന മനസ്സിനെയും ശരീരത്തെയും ബോധ്യപ്പെടുത്തുകയും ഭഗവാന്റെ ദിവ്യമായ ആ ചൈതന്യത്തെ, ആ ശക്തി അനുഭവിച്ച് അറിയുകയുമാണ് ചെയ്യുന്നത്. ആ ചൈതന്യത്തിൻ്റെ ആ ശക്തി നമ്മളെല്ലാവരും അനുഭവിക്കും എന്നാണ് പറയുന്നത്. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ധാര. ശിവഭഗവാന്റെ ശിരസിന് മുകളിൽ തൂക്കിയ പ്രത്യേക പാത്രത്തിൽ സുഷിരം ഉണ്ടാക്കി 3 ദർഭ കൂട്ടിയുണ്ടാക്കിയ ചരടിലൂടെ ശിവഭഗവാന്റെ ശിരസിലേക്ക് ധാര ഇറ്റുവീഴുന്നു. നല്ല ശുദ്ധമായാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. അതിനായി ഭഗവാന് ധാര നടത്തുന്നത് സകല രോഗ പരിഹാരങ്ങൾക്കും ഉത്തമമാണ്. ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ ധാര നടത്തുന്നത് ഉത്തമമാണ്. പിറന്നാൾ ദിനത്തിൽ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ശിവഭഗവാന് ധാര. ധാര കഴിക്കുന്നതിനോടൊപ്പം മൃത്യുഞ്ജയ ഹോമവും പായസവും കഴിക്കണം. ധാരയോടൊപ്പം കിട്ടുന്ന പായസം ഒട്ടും പാഴാക്കാതെ ഭക്ഷിക്കണം. ശിവഭഗവാന്റെ ശിരസിലേക്കാണ് ഗംഗ ആദ്യം ഒഴുകി വീണത്. അതുകൊണ്ട് ധാര ജലം ഗംഗാതീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. അഗ്നി കൊണ്ട് ചൂട് പിടിച്ച ആ അവസ്ഥയിലാണ് ശിവഭഗവാന്റെ ശിരസ്. ഭഗവാന്റെ ശിരസിനെ തണുപ്പിക്കാനാണ് ധാര നടത്തുന്നത്. ധാര നടക്കുന്ന സമയം മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാന്റെ ദർശനം നടത്തിയാൽ ആയുർ, ആരോഗ്യം, സൗഖ്യം, കുടുംബത്തിൽ സന്തോഷവും സമ്പത്തും ഉണ്ടാകും. സകല ദുരിതങ്ങളിൽ നിന്നും മോക്ഷമാണ് ധാര നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. ക്ഷീരധാര, ഇളനീർധാര തുടങ്ങിയ അഭിഷേകങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. പാൽ, ഇളനീർ, പനിനീർ, നെയ്യ്, ഭസ്മം, എണ്ണ തുടങ്ങിയവയൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട അഭിഷേകങ്ങളാണ്. പാലഭിഷേകവും ഇളനീർ അഭിഷേകവും നടത്തിയാൽ വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണ്. പല ഉദര രോഗങ്ങൾക്കും ഉത്തമമാണ് പാലഭിഷേകം. സന്താന സൗഭാഗ്യത്തിനും ഇളനീർ അഭിഷേകം, മനോസുഖത്തിനും നെയ്യഭിഷേകം ഉദര രോഗശമനത്തിനും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും ബുദ്ധിഭ്രമം ഇല്ലാതാക്കുന്നതിനും അപസ്മാരം ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണ്. പനിനീർ അഭിഷേകം മനോസൗഖ്യത്തിനും, ഭസ്മാഭിഷേകം ശരീരസുഖത്തിനും, എണ്ണയായ അഭിഷേകം ആ എണ്ണ കൊണ്ടുള്ള അഭിഷേകം പാപനാശത്തിനും ഉത്തമമാണ്. ശനിദശ, കണ്ടകശനി, ഏഴരശനി തുടങ്ങിയ ദശാസന്ധികളിൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമം. നീലശംഖു പുഷ്പാർച്ചന ഭഗവാന് നടത്തുന്നത് ഈ ദശാസന്ധിയിൽ നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പ്രണയ സാഫല്യം, ദാമ്പത്യ ഐക്യം, കുടുംബ സന്തോഷം എന്നിവയ്ക്ക് നല്ലതാണ്. ഓം നമഃശിവായ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.